മറ്റേ ടീമുകളൊക്കെ പറയുന്നത് റഫറിയൊക്കെ സഹായിച്ചിട്ടാണ് അർജന്റീന ജയിച്ചത്. ഒരിക്കലല്ല. ഓരോരോ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് ജയിക്കണാണ്. സ്വിറ്റ്സർലൻഡ് നല്ല ടീമാണ് ഇല്ലേ, നല്ല ഡിഫൻസ് ഒക്കെ ഉള്ള ടീമാണ്. അതെ, ജയിക്കും. കഴിഞ്ഞ കളി ഈ റഫറി സഹായിച്ചിട്ട് അർജന്റീന ജയിച്ചെന്നാണ് ഈ പോർച്ചുഗലുകാരും ഫ്രാൻസ് ഇവരൊക്കെ പറയുന്നത്. അത് ഒരു പറയുന്നു, ഒരു പൊട്ടി നമ്മൾ ജയിക്കും. കഴിഞ്ഞ കളി കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ചങ്കിടിപ്പായിരുന്നു അവസാനം. ലാസ്റ്റ് 15 മിനിറ്റിനുള്ളില് 3 ഗോൾ അടിച്ചു പറയുമ്പോ അത് അപ്രതീക്ഷിതായിരുന്നു. തോറ്റുപോകുന്നു വിചാരിച്ചായിരുന്നോ? ആ കളി തോറ്റുപോകുന്നു. ജയിക്കുമെന്ന് എങ്ങനെയുണ്ട് ഇന്നത്തെ കളി? എങ്ങനെയുണ്ടാവും? അല്ല, ഏത് ടീമാ? പോർച്ചുഗല്. ബ്രസീലും പോർച്ചുഗലൊക്കെ ഒന്നായി. അല്ല, കഴിഞ്ഞ കളിയില് റഫറി സഹായിച്ചുകൊണ്ട് അർജന്റീന ജയിച്ചെന്നാണ് പറഞ്ഞത്. അർജന്റീനയോടൊപ്പം പറയുന്നത് കേട്ടില്ലേ? ഫിഫ സഹായിച്ചോണ്ടാ കഴിഞ്ഞ കളി ജയിച്ചെന്ന് പറഞ്ഞത്. ആര് ജയിക്കും? മെസ്സി ജയിക്കും. അർജന്റീന ജയിക്കും. ജയിക്കണം. കഴിഞ്ഞ കളിയിൽ ഇച്ചിരി ചങ്കടിപ്പ് കൂടുതലായിരുന്നു അല്ലേ? തോറ്റുപോന്ന് വിചാരിച്ചായിരുന്നു. ലാസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ കളി എന്ത് വിചാരിച്ചു? തോറ്റുപോന്ന് വിചാരിച്ചായിരുന്നോ? ഇതിന് കംബാക്ക് അടിച്ച് ഇന്നും അവൻ അടിക്കുന്നതാണോ? എങ്ങനെയുണ്ടാവും ഇന്നത്തെ കളി? ബ്രസീലാണോ? കഴിഞ്ഞ കളി റഫറി സഹായിച്ചിട്ട് അർജന്റീന ജയിച്ചെന്നാണ് തോന്നി. അങ്ങനെ തോന്നിയ പോലെ അർജന്റീനയുടെ എന്തായാലും കപ്പ് എന്തായാലും ഫ്രാൻസിനുള്ള ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഫ്രാൻസ് കപ്പടിക്കും. ഫ്രാൻസ് സ്പെയിനിൽ രണ്ടും കപ്പടിക്കും. അതിലൊരു ടീമല്ലേ ഇനി കിടക്കുള്ളൂ. ഫ്രാൻസ് അടിക്കും. കാരണം ഫ്രാൻസിന്റെ സ്കോർ അടിപൊളിയാണ്. പക്ഷെ കഴിഞ്ഞ കളിയിൽ റഫറി സഹായിച്ചിട്ടാണ് അർജന്റീന ജയിച്ചതാണ്. സത്യം. സലങ്ങട്ട് എത്ര ഫൗള് വെക്കുന്നുണ്ട്. ഒന്നും കൊടുത്തില്ല. ബോളായിട്ട് ഓടുമ്പോ ഫൗള് വെച്ചിട്ടോ റഫറി വെറുതെ റെഡ് കാർഡ് വരെ കൊടുക്കുന്നുണ്ട് കോച്ചിന്, അസിസ്റ്റന്റ് കോച്ചിന്. അവൻ ഫുള്ള് കള്ളക്കാരായിരിക്കും. അതുകൊണ്ടേ ഇങ്ങനെയുള്ള വേഗം നോക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.